അതായത് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് SC ഫണ്ട് തട്ടിപ്പിൽ. ഞാൻ പറയാം. ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം SC ST ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം ഇവിടെ വിളിച്ചിരുന്നു. മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും പങ്കെടുക്കുന്ന യോഗം വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് അവിടെ നടന്നിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം SC റിസർവേഷൻ സീറ്റുകളിൽ നിന്നും വിജയിച്ചു വന്ന SC കൌൺസിലർമാരുടെയും ഈ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയും യോഗം മേയർ വിളിച്ചിരുന്നു. ഞങ്ങൾ വളരെ വിശദമായി SC ഫണ്ട് ചെലവഴിക്കുന്നത്, അത് അനർഹരുടെ കയ്യിലേക്ക് പോകുന്നത്, അർഹരായ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടാത്തതിനെ കുറിച്ച് ഞങ്ങൾ മണിക്കൂറോളം ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 101 കൌൺസിലർമാരെയും അറിയിച്ചുകൊണ്ട് യോഗം വിളിച്ചു. എന്താണ് SC ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചെലവാക്കാം, അതിനുശേഷം അടുത്ത വർഷം പരമാവധി ശതമാനം SC ഫണ്ട് ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്ന കേസുകളുടെയൊക്കെ തന്നെ ഒറിജിനൽ ഫയൽ കൊണ്ടുവരാൻ വേണ്ടി മേയർ ആവശ്യപ്പെട്ടപ്പോഴേക്കും അത് വിജിലൻസ് 5 വർഷം മുമ്പ് കൊണ്ടുപോയി ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ചിലരെ സംരക്ഷിക്കാനാണ്. രേഖാമൂലം ആ ഫയലുകൾ തിരിച്ചു തരികയോ കേസിന്റെ പുരോഗതി അറിയിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് തൃപ്തികരമായ നിലയിലല്ലെങ്കിൽ ഞങ്ങൾ മുകളിലോട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ഇത് ഒരു ഭാഗത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അന്വേഷണത്തെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് എല്ലാ 15 ദിവസത്തിലൊരിക്കലും ഇപ്പോൾ SC ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം പ്രത്യേകം വിളിച്ചു ചേർക്കുന്നുണ്ട്. സൂപ്രണ്ടിനെ വിളിച്ചിട്ട് പരമാവധി യോഗങ്ങൾ മേയർ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കാര്യം SC ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാണ്. അത് ക്രമീകരിക്കുന്നതിന് 15 ദിവസത്തിലൊരിക്കൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ പങ്കെടുക്കും ആ യോഗത്തിൽ, അല്ലെങ്കിൽ ഡെപ്യൂട്ടിമാർ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഓരോ 15 ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് ചോദിക്കും. സൂപ്രണ്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആളാണ്. അവിടെ ചില ദിവസങ്ങളിൽ അവർ വരുന്ന ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ യോഗം കുറച്ച് നേരത്തെ പോകണം, എല്ലാ ദിവസം വന്നു പോകുന്ന ആളാണ്, ലേഡിയാണ്. അന്വേഷിച്ച് ചോദിക്കൂടെ SC ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പ്രവർത്തനം നടക്കണോ ഇല്ലെന്ന്. ഞങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തി പറയും. ഇത് തന്നെ അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തിങ്കളാഴ്ച ഇപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസം അഡീഷണൽ സെക്രട്ടറി ലീവാണ്. രണ്ടുപേരും, ഒരാൾ കണ്ണൂർ ഉള്ള ആളാണ്, മറ്റേ ആള് കോഴിക്കോടാണ്. അവർ തിങ്കളാഴ്ച കൌൺസിൽ യോഗത്തിൽ കൂടി കാര്യം അറിയിച്ചതിന് ശേഷം സ്മാർട്ട് സിറ്റി യോഗം വിളിച്ചുകൂട്ടാൻ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെടും. സ്മാർട്ട് സിറ്റി യോഗത്തിൽ ഔദ്യോഗികമായിട്ട് ഫോറൻസിക് കോർഡിനേറ്ററിന് കത്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഞങ്ങൾ എത്രയോ അവിശ്വാസം നേരിട്ടുള്ള പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ, എത്രയോ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ ഞങ്ങളുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് കൃത്യമായിട്ട് നിർദ്ദേശം തരുവാനും ഈ ഭരണസമിതിയെ സംരക്ഷിക്കുവാനുമുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും ഞങ്ങളുടെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനറിയാം, ജില്ലാ നേതൃത്വത്തിനറിയാം. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ആ പറയുന്ന ഉപദേശങ്ങളും ജനങ്ങളുടെ അഭിപ്രായം, മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം തേടിക്കൊണ്ട് നിയമത്തിനകത്തുനിന്നുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഭൂരിപക്ഷം കൂടും. നിയമത്തിനകത്തുനിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണസമിതി ജനങ്ങൾ ആഗ്രഹിക്കുന്ന LDF UDF കൌൺസിലർമാർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന ഈ ഭരണസമിതി ഒരു നിമിഷം അധികാരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തെരുവുനായാലും പിടിക്കും. ഈ തെരുവുനായ്ക്കൾ ആൾക്കാരെ ഭീകരമായിട്ട് ഞാൻ നിങ്ങളുടെ പറയല്ലേ, അങ്ങയുടെ ഓഫീസിന്റെ മുമ്പിൽ ഇപ്പം അക്രമികളായ തെരുവുനായ്ക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡോഗ് സ്ക്വാഡ് അവിടെ വരും. അവയെ പിടിച്ചുകൊണ്ട് ഷെൽട്ടർ ചെയ്യും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കട്ടെ. ഇതൊക്കെ ഈ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറണമെന്ന് ആരാ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ടൈം ബൗണ്ടായിട്ടാണ് പറയുന്നത്, വെറുതെ പറഞ്ഞു പോവുകയല്ലോ. ആ പറഞ്ഞല്ലേ ശരിയാക്കി അവിടെ തന്നെ ചോദിക്കുകയാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, സുഗതൻ ഏപ്രിൽ മാസത്തെ കൌൺസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 3 തരത്തിലുള്ള രേഖകളാണുള്ളത്. ഒന്ന് ഇലക്ട്രോണിക് എവിഡൻസ്, കേസ്മാർട്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ കൺസേൺഡ് സെക്ഷനിൽ പോയി പരിശോധിച്ചാൽ അറിയാം. 2 ഫോട്ടോ ഉണ്ട്. പ്രശാന്താണ് ഫോട്ടോ എടുത്തത്. ഇതാണ് ഫോട്ടോഗ്രാഫർ. ഈ ഫോട്ടോഗ്രാഫർ അപ്പോയിന്റ് ചെയ്ത് ഞാൻ വന്നിട്ടില്ലല്ലോ. ഇത് ആര്യാരായന്റെയും VK പ്രസാദിന്റെ സമയത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ആണല്ലോ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. ഫോട്ടോ അദ്ദേഹത്തിന് ഡേറ്റഡ് ഫോട്ടോ ഉണ്ട് ആണല്ലോ. ഞങ്ങൾ മാറ്റിയിട്ടില്ല. അദ്ദേഹം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആണല്ലോ. നോ ഞാൻ പറയട്ടെ അതിന് മറുപടി അവിടെ പറയട്ടെ. പ്രശാന്ത് പറഞ്ഞോ, മൈക്കിൽ പറഞ്ഞോ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. 3 ഇവിടുത്തെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. പിന്നെ ഫിസിക്കൽ രജിസ്റ്റർ ഉണ്ട്. അവിടെ ഓഫീസിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ദീപക് പറഞ്ഞെന്ന് രജിസ്റ്റർ കിട്ടിയില്ലെന്ന്. ദീപകിന്റെ വീട്ടിൽ കൊണ്ട് രജിസ്റ്റർ കൊടുക്കാൻ പറ്റുമോ? അതേവിടെ അപേക്ഷ കൊടുത്താൽ കിട്ടും. നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ കിട്ടും. അല്ലാതെ ദീപക് എല്ലാ ദിവസവും രാവിലെ എടുത്ത് എന്തൊക്കെയാണ് ദീപക് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പേപ്പറിൽ എഴുതി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും? ദീപക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നോ ഒരു അപേക്ഷ കൊടുത്താൽ ആ രജിസ്റ്ററിന്റെ കോപ്പി, സർട്ടിഫിക്കറ്റ് കോപ്പി കൊടുക്കും, നിങ്ങൾക്കും കിട്ടും. അതിൽ സുഗതൻ മെയ് മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. മെയ്യിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ട് നാളത്തെ കൌൺസിൽ ഹാജരായില്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ല.
ജൂലൈ മാസത്തിലെ കൗൺസിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം, അവർക്ക് സാധിക്കുമെങ്കിൽ ജൂലൈ മാസത്തെ കൗൺസിലിനെ അവർ വിലയിരുത്തട്ടെ. ജൂൺ മാസത്തിലെ കൗൺസിലത്തിന് ഹാജരായില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് മാധ്യമങ്ങളെയും സമൂഹത്തെയും ഇങ്ങനെ വസ്തുതകൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ. ഇപ്പൊ തന്നെ 2-3 ആഴ്ച മാധ്യമങ്ങളൊക്കെ തന്നെ സുഗതൻ 2 കൗൺസിൽ ഹാജരായില്ല, അടുത്ത കൗൺസിൽ ഹാജരായില്ലെങ്കിൽ അയോഗ്യനാക്കും എന്നുള്ള ചർച്ച ചെയ്തില്ലേ? എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇങ്ങനെ? അവിടെ തന്നെ ക്രെഡിബിലിറ്റി പോവുകയില്ലേ? ഓ, ആ നിയമ നടപടികൾ സുഗതന്റെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സ്വീകരിക്കുന്നുണ്ട്. നിയമ നടപടികൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, കോർപ്പറേഷൻ അല്ല, കോർപ്പറേഷൻ ഔദ്യോഗികമായിട്ടല്ല, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. കോർപ്പറേഷൻ അതിലെന്തൊക്കെയാണ് ഇടപെട്ട് ചെയ്യേണ്ടത്, നിയമപരമായി ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് നോട്ടീസൊക്കെ വരുന്ന സമയം ഞങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അക്കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടും. അവിടെ മാത്രമല്ല, അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്, അവിടെ മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല, സിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട്. അതിന്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലും നല്ല ഹോംവർക്ക് ചെയ്യാണ്. കുറച്ച് സമയമെടുക്കും, പക്ഷേ നടപടി ഉണ്ടാവും. ഞാൻ അക്കാര്യത്തിൽ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു കുറച്ച് ഹോംവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ബാക്കി അക്കാര്യത്തിൽ പിന്നെ പറയാം. എനിക്കൊന്ന് ഏകദേശം ഒരു 3-4 പത്രസമ്മേളനത്തിന്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു. ബാക്കി നമുക്ക് നാളെ നാളെ 5 വർഷം BJP എങ്ങളുണ്ടാവും, അടുത്ത ഇലക്ഷൻ പിന്നെക്കാളും കൂടുതലുണ്ടാവും. കാലൊന്നും പോയില്ല, അത് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഞാൻ ഒരിടത്തും പൊട്ടലുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അത് ആ സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ഡിസ്ലൊക്കേഷൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ കാര്യമായിട്ട് കെട്ടൊക്കെ ചെയ്ത് അത് മെഡിസിൻ ഉണ്ട്, 2 ദിവസം കഴിയുമ്പോഴേക്കും പ്രശ്നം മാറും. അവര് കത്ത് തന്നിട്ടുണ്ട്, പക്ഷേ അവർ ഒറ്റ പോയിന്റ്, ഞാൻ ആ കത്തിന്റെ കോപ്പി തരാം. അതിൽ 49 പേരല്ല 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റിൽ വിളിക്കാം. ആ കത്തിന്റെ കോപ്പി നാളെ തരാം. ഇന്നിപ്പോ ഓഫീസ് അവധിയാണ്, വേണമെങ്കിൽ വിളിച്ചെടുക്കാം. അവർ തന്ന കത്തിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിൽ ആ നിമിഷം കൗൺസിൽ വിളിക്കാം. അവർക്ക് തന്നെ അറിയാം അവരെന്തിനാണ് വീണ്ടും വീണ്ടും പരിഹാസപാത്രമാവും. 3 തവണ കത്ത് തന്നു. 3 തവണയും മുനിസിപ്പൽ ആക്ടിൽ അവർ തന്ന നമ്പർ വെച്ച് വിളിക്കാനുള്ള നമ്പറില്ല. 2 പേരും കത്ത് തന്നു. അല്ല, അത് അവർ ഒരു ലെറ്റർ ഹെഡിൽ തന്നു കഴിഞ്ഞാൽ കൊടുക്കാം, വിളിക്കാം. ഒരാൾ കത്ത് തരുന്നു, ആ കത്ത് വായിച്ചപ്പോഴേക്കും അതിന് മതിയായ എണ്ണമില്ല, ആ കത്തിന് മറുപടി കൊടുക്കുന്നു. റിജക്ട് ചെയ്തല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത കത്ത് വരുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു 10 കത്ത് വന്നു, നിങ്ങൾ 10 കത്തും 10 പേര് അയച്ചതായിരിക്കും. എല്ലാം വായിച്ചിട്ട് ഒറ്റ മറുപടിയാണ് എഴുതുന്നത്? അല്ല, ഓരോ കത്തും വായിച്ചിട്ട് ആ കത്തിന് മറുപടി എഴുതും. അപ്പൊ ആദ്യത്തെ കത്ത് വരുന്നു, ആ കത്ത് വായിച്ചിട്ട് ആ കത്തിന് മറുപടി തരാക്കി ഒപ്പിട്ട് കൊടുക്കുന്നു. അടുത്ത കത്ത് വായിക്കുന്നു, അപ്പൊ അടുത്ത കത്ത് വായിച്ചപ്പോൾ ഒരു കത്തിന് 20 ഉള്ളൂ, ആദ്യത്തെ കത്തിൽ 29 ഉള്ളൂ. അത് കഴിഞ്ഞ് അതിന് മറുപടി കൊടുത്ത് കുറെ കഴിഞ്ഞതിന് ശേഷം വേറൊരു കത്ത് വരുന്നു, ആ കത്തിൽ 20 വരെ ഉള്ളൂ. എങ്ങനെ കൊടുക്കും? 34 ആ നിമിഷം കൊടുക്കാം. അത് കൊടുക്കാൻ തയ്യാറായി ഞങ്ങൾ ഇരിക്കുകയാണ്, പക്ഷെ അങ്ങനെ ഒരു കത്ത് വരുന്നില്ല.